സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന സ്ക്വാപ്പ് ഷോപ്പ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് വടകര സാംസ്കാരിക ചത്തുരത്തിൽ നടക്കും. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി IAS ഉദ്ഘാടനം നിർവഹിക്കും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനത്ത് വ്യാപകമായി വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ വർഷം ലോഞ്ച് ചെയ്യുന്ന ഒരു പുതിയ പദ്ധതിയാണ് സ്വാപ്പ് ഷോപ്പ് എന്ന് പറയുന്ന പദ്ധതി. സംസ്ഥാനത്തെ എല്ലാ NSS യൂണിറ്റുകളിലും നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ മുനിസിപ്പൽ സാംസ്കാരിക ചത്തുരത്തിൽ വെച്ച് നടക്കുകയാണ്. മുനിസിപ്പാലിറ്റിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി IAS അവരുകളാണ്. അതേപോലെ തന്നെ ആ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് എത്തുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് IAS ആണ്. ഒപ്പം അധ്യക്ഷത വഹിക്കുന്നത് അക്കാദമിക് കോർഡിനേറ്ററും അതേപോലെ തന്നെ NSSൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ ജോയിൻറ്റ് ഡയറക്ടർ അക്കാദമിക് NSS സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ S ഷാജിദ മേഡമാണ്. പുനരുപയോഗ സാധ്യതകൾ, പ്രത്യേകിച്ച് നമ്മൾ വലിച്ചെറിയുന്ന വസ്തുക്കൾ, ഒരുപക്ഷെ വലിച്ചെറിയുന്നതിൽ തീരെ ഉപയോഗിക്കാത്തതും നല്ലതുമായിട്ടുള്ള വസ്തുക്കളുണ്ടാവും. അപ്പോൾ അത്തരം വസ്തുക്കളൊക്കെ ലഭ്യമാക്കുക, അത് കൃത്യമായിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്വാപ്പ് ഷോപ്പ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾക്ക് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ കിട്ടുന്നു, ഉടുപ്പുകൾ കിട്ടുന്നു. പക്ഷെ അതിൽ പലതും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയും നമ്മൾ NSS വോളണ്ടിയർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പൂർണ്ണമായിട്ടും ശേഖരിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഷോപ്പുകളിലൂടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അത് ആവശ്യക്കാർക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ഉൽപ്പന്നം അവിടെ കൊടുക്കുക, അവിടുന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഉൽപ്പന്നം എടുത്തു കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ശുചിത്വ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. സംസ്ഥാനത്താകമാനം 1600-ലേറെ NSS യൂണിറ്റുകളുണ്ട്. അത്രയും അവിടെയൊക്കെ 100 വളണ്ടിയർ വീതമാണുള്ളത്. ഇവരൊക്കെ ഈ പദ്ധതി ഏറ്റെടുക്കുകയും ജൂൺ മുതൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് ആ പദ്ധതി വ്യാപിപ്പിക്കാനുമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളികളിലൊന്നാണ് അമിതമായിട്ട് ഉപഭോഗം, നമ്മൾ കൂടുതലായിട്ട് ഓവറായിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാലിന്യം, അതായത് മാലിന്യമല്ല, നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ തന്നെ വീട്ടിൽ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ സ്നാപ്പ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തത്, പക്ഷേ അത് പുതിയതുപോലെ, അതായത് ഇപ്പോൾ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ വരുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്ത ഡ്രസ്സുകളാണെങ്കിലും, അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ടോയ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം വായിച്ച ബുക്സുകളൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക്, അതിൻ്റെ ആവശ്യക്കാർക്ക് ലഭ്യമാക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു സ്നാപ്പ് ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും നമ്മുടെ NSSൻ്റെ എല്ലാ തരത്തിലുള്ള പദ്ധതികളുമായിട്ടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് വരുന്നത്. പുനരുപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആ രീതിയിലേക്ക് മാക്സിമം യൂട്ടിലൈസേഷനാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നാളെ ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് മറ്റ് ഒരു 4 പദ്ധതികൾ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അതിലൊന്ന് ചോറോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ഭവനം, വീടില്ലാത്ത ഒരു കുട്ടിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീടിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നാളെ നടത്തുന്നു. അത് ബഹുമാനപ്പെട്ട അക്കാദമിക് ജോയിൻറ്റ് ഡയറക്ടർ ഷാജിദ മേഡമാണ് നിർവഹിക്കുന്നത്. അതിനുശേഷം GVHSS മടപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വീട് നിർമ്മാണം നടക്കുന്നു. അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫണ്ട് കൈമാറ്റം നാളെ നടക്കുന്നുണ്ട്. വീണ്ടും BM ഹയർ സെക്കൻഡറി സ്കൂള് അവരുടെ നേതൃത്വത്തിൽ വടകരയിലുള്ള 13 സ്കൂളുകളിലും എല്ലാ ക്ലാസ് മുറികളിലും ഈ മാലിന്യമുക്ത നവകേരളം എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പേനകൾ സൂക്ഷിക്കാനുള്ള ഒരു വലിയ പേന, അവിടെയുള്ളൊരു മിടുക്കനായ വോളണ്ടിയറാണ് അത് തയ്യാറാക്കിയത്. ഒരു വലിയ പേന എല്ലാ ക്ലാസ്സുകളിലും വെക്കുന്നു. അതിലേക്ക് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പേനകളൊക്കെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി കൂടി നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പിന്നെ വൈകുന്നേരം വടകര MEM ഹയർ സെക്കൻഡറി സ്കൂള്
മുഹബത്ത് കാ ബസാർ എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ഉപജീവനം, പ്രത്യേകിച്ചും അത് വടകര ക്ലസ്റ്റർ തല ഉദ്ഘാടനം കൂടിയാണ്. ഉപജീവനത്തിൻ്റെ വീടില്ലാത്ത അല്ലെങ്കിൽ വരുമാന മാർഗമില്ലാത്ത 2 ആളുകൾക്കുള്ള ഒരു അങ്ങാടി, ഒരു മിനി മാർക്കറ്റ് പോലെ ഒരു സ്പേസ് ബീച്ചിൽ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ നമ്മളെ വിട്ടുപോയ NSSന്റെ സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ അൻസർ സാർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കും അതുപോലെ തന്നെ MUMലെ ഒരു വോളണ്ടിയറുടെ ഓർമ്മയ്ക്കുമായിട്ടാണ് ഈ പദ്ധതി നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.